നമസ്കാരമുണ്ട് ചങ്ങാതിമാരെ. അങ്ങനെ ഞങ്ങളിന്ന് ഈ സൈറ്റിൽ ഷീറ്റ് മാച്ചിൽ തുടങ്ങാൻ പോവാണ്. അതിന് മുമ്പ് പാത്തിരണം ചുറ്റും. പാത്തിരാനായിട്ട് സിലിക്കോൺ കട്ട് ചെയ്യണ കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ എംസിയിലായിരുന്നു, ഇപ്പോൾ സിലിക്കോൺ വന്ന കാരണം കാര്യങ്ങളൊക്കെ എളുപ്പമായി, ലീക്കേജും കുറഞ്ഞു. പാത്തിയൊക്കെ സിലിക്കോൺ ഇട്ട് അതായത് ഫിറ്റിങ്സ് ഫിറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് താഴേന്ന് ഷീറ്റ് കയറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ പറഞ്ഞിരുന്നു 24 അടി തൊട്ട് താഴോട്ടുള്ള ഷീറ്റാണ്, ജിൻഡാലിൻ്റെ ഷീറ്റാണ്. 0.35 mm തിക്നെസ്സുള്ള ഷീറ്റാണ്. ഇന്നാൻ്റെ ഒരു ചേട്ടൻ ലീവും കൂടിയാണ്. ഫ്രണ്ടിലത്തെ ആദ്യത്തെ ഷീറ്റ് കയറ്റി, ഫ്രണ്ടിലേക്കുള്ള ഷീറ്റാണ് ആദ്യം കയറ്റിയത്. അത് ബോൾട്ട് ചെയ്യണ കാഴ്ചയാണ് ഈ കാണുന്നത്. ആദ്യത്തെ ഷീറ്റ് കയറ്റിയതിന് ശേഷം സൈഡിലുള്ള 24 അടിയുടെ 12 ഷീറ്റാണ് ടോട്ടൽ. ഒരു സൈഡിൽ 6, മറ്റേ സൈഡിൽ 6. ആ ഷീറ്റ് കയറ്റണ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ കുറവ് ഇന്ന് നല്ലോണം തന്നെ ബാധിച്ചു. ആശാന് മുകളിലും താഴെയായിട്ട് ഓടി നടക്കേണ്ടി വന്നു ഒരാളുടെ കുറവ് കാരണം. എന്നാലും ഇന്ന് ഒരു സൈഡ് മുഴുവൻ ഷീറ്റുകളെല്ലാം കയറ്റി അടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആശാൻ ഇനി അവിടെ പോയി അവിടെ പിടിക്കണം, അത് കഴിഞ്ഞ് മുകളിൽ കയറണം, അത് കഴിഞ്ഞ് വീണ്ടും താഴേക്ക് വരണം. ഈ അവസ്ഥയായിരുന്നു ഇന്ന് ആശാൻ്റെ. നീളം കൂടിയ ഷീറ്റായ കാരണം വളരെ ശ്രദ്ധിച്ച് വേണം, അല്ലെങ്കിൽ അത് ഒടിയാൻ സാധ്യതകൾ കൂടുതലുള്ള കാരണം വളരെ ശ്രദ്ധിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്തത്. പരമാവധി ശ്രദ്ധിച്ച് വലിയ കോറലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഷീറ്റ് കയറ്റി അടിച്ചിട്ടുണ്ടെന്ന്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊറോഷീൽഡിൻ്റെ 3/4 ഇഞ്ച് ബോൾട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. ഇന്നലെ അവർ സാധാ ബോൾട്ട് കൊടുത്ത് വിട്ടിട്ട് നമ്മൾ തിരിച്ച് വണ്ടിയിൽ തന്നെ കൊടുത്തയച്ചു. ഇന്ന് പോയി കൊറോഷീൽഡിൻ്റെ ബോൾട്ട് നമ്മൾ എടുത്തുകൊണ്ട് വന്നു. പിന്നെ കാലാവസ്ഥ വളരെ അനുകൂലമായിരുന്നു. വെയിൽ അങ്ങനെയൊന്നും ഉദിച്ചില്ല, ഷീറ്റൊന്നും പഴുക്കണ രീതിയിലുള്ള ഒരു വെയിലൊന്നും ഉദിച്ചില്ല നമുക്ക്. താഴേന്ന് വലിയ ഷീറ്റുകൾ മാത്രമേ ടെറസിലേക്ക് കയറ്റിയുള്ളൂ. കാരണം ചെറു ഷീറ്റുകൾ കയറ്റണമെങ്കിൽ 4 പേര് തന്നെ വേണം. ഒരാൾ അതിൻ്റെ ഇടയിൽ നിന്നാലേ അത് പറ്റുള്ളൂ. എന്തായാലും ആശാനൊന്ന് ഓടി തോറ്റിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ ആശാൻ്റെ കലാപരിപാടികളാണ്. ഈ വർക്കിൻ്റെ തിക്കിഞ്ഞ് തിരക്കിൻ്റെ ഇടയിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവും. ഷീറ്റ് ഒറ്റയ്ക്ക് പൊന്തിക്കാനായിട്ട് ഞങ്ങളൊരു ശ്രമം നടത്തി. പക്ഷെ അത് മുകളിലേക്ക് പൊന്തിച്ച് കൊടുക്കാൻ ഒരാളെ കൊണ്ട് പറ്റണുണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ ആ ശ്രമം ഉപേക്ഷിച്ചു. നീളം കൂടിയ കാരണം ഓടിയാനുള്ള സാധ്യതകളും കൂടുതലാണല്ലോ. തിരിക്കലും മറക്കലൊക്കെ ഒരാൾക്ക് ഒറ്റയ്ക്ക് സാധിച്ചു, പക്ഷെ മുകളിലേക്ക് പൊന്തിച്ച് കൊടുക്കാൻ അത് പറ്റണ്ടായില്ല. ബാക്കി കാര്യങ്ങൾ നാളത്തെ വീഡിയോയിൽ കാണാം.